ക്രൈസ്തവ വിശ്വാസം മുറുകെ പിടിക്കുന്നതിലും പ്രഘോഷിക്കുന്നതിലും സധൈര്യം ഏറ്റുപറയുന്നതിലും മുൻപന്തിയിലുള്ള ഹംഗറിയുടെ ആദ്യ രാജാവായ വിശുദ്ധ സ്റ്റീഫൻ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെട്ട ദിവസമായ ഓഗസ്റ്റ് 20 വിശുദ്ധന്റെ ആദരണാർത്ഥം ഹംഗറിയിൽ ഡ്രോണുകൾ കൊണ്ട് ആകാശത്തു തീർത്ത ലൈറ്റ് ഷോയിലെ കുരിശിന്റെ പ്രദർശനം ശ്രദ്ധേയമായി. ഹംഗറി ക്രൈസ്തവവൽക്കരിക്കപ്പെട്ടതിന്റെ 1023ാമത് വാർഷികം കൂടിയായിരുന്നു ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 20. ബുഡാപെസ്റ്റിലെ ഹംഗേറിയൻ പാർലമെന്റിന് മുൻപിൽ സംഘടിപ്പിച്ച ലൈറ്റ് ഷോയുടെ മുഖ്യ സവിശേഷത ഡ്രോണുകൾ തീർത്ത പ്രകാശപൂരിതമായ വലിയ കുരിശായിരുന്നു. ഇതിന്റെ ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വലിയ തരംഗമായിരിക്കുകയാണ്. തന്റെ വ്യക്തിപരമായ വിശുദ്ധിയാലും പ്രവർത്തനങ്ങൾ കൊണ്ടും പ്രസിദ്ധനായിരുന്ന വിശുദ്ധ സ്റ്റീഫൻ ഹംഗറിയുടെ മധ്യസ്ഥ വിശുദ്ധൻ കൂടിയാണ്. ക്രിസ്തീയ വിശ്വാസം ആഴത്തിൽ വേരോടിയിട്ടുള്ള ഒരു രാജ്യമാണ് ഹംഗറി. വിജാതീയ വിശ്വാസങ്ങളിൽ നിന്നും ഹംഗറിയെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് നയിക്കുകയും പത്രോസിന്റെ സിംഹാസനത്തോട് വിശ്വസ്തതയുള്ള രാഷ്ട്രമായി നിലനിർത്തുകയും ചെയ്തത് രാജാവായിരുന്ന വിശുദ്ധ സ്റ്റീഫനായിരുന്നു. തന്റെ ഭരണകാലത്ത് വിശുദ്ധ സ്റ്റീഫൻ രാഷ്ട്രത്തെ പരിശുദ്ധ കന്യകാമറിയത്തിന് സമർപ്പിച്ചിരുന്നു. തന്റെ രാജ്യത്ത് ക്രിസ്തീയ വിശ്വാസം പ്രചരിപ്പിക്കുന്നതിന് ഏറെ ഇടപെടൽ നടത്തിയ വ്യക്തിയായിരുന്നു അദ്ദേഹം. മിത്രാന്മാരുടെ അരമനകളും നിരവധി ആശ്രമങ്ങളും അദ്ദേഹം സ്ഥാപിച്ചു. രാജ്യ തലസ്ഥാനത്ത് ഏവർക്കും കാണാവുന്ന രീതിയിൽ അന്തരീക്ഷത്തിൽ തൂങ്ങി നിൽക്കുന്ന തരത്തിൽ തെളിഞ്ഞുനിന്ന കുരിശ് രാജ്യത്തിന്റെ അടിയുറച്ച ക്രൈസ്തവ പൈതൃകത്തിന്റെ അടയാളമായി മാറുകയായിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷിക്കിന ന്യൂസ്.